ഒരു സാധാരണ പ്രഭാതം 2001 മാർച്ച് 11 കോഴിക്കോട് ഗുരുവായൂർ റൂട്ടിലോടുന്ന MSRTC എന്ന് പറയുന്ന സ്വകാര്യ ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുമ്പോൾ അതൊരു മരണയാത്രയാകുമെന്ന് ആരും കരുതിയില്ല. കുട്ടികൾ, മുതിർന്നവർ, പരസ്പരം ചിരിച്ചും സംസാരിച്ചും യാത്ര ചെയ്യുന്നവർ. ബസ്സിൽ ഡ്രൈവർക്കടുത്തായി ചില പെയിൻറ് ടിന്നറുകൾ അശ്രദ്ധമായി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ബസ് കോഴിക്കോട് നിന്നും മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് എന്ന് പറയുന്ന ഗ്രാമത്തെത്തിയപ്പോൾ ഏകദേശം സമയം രാവിലെ 11 മണി. റോഡിലെ ഒരു വലിയ കുഴിയിൽ ബസ്സിൻ്റെ മുൻചക്രം വീണു. ആ ആഘാതത്തിൽ ബസ്സിൻ്റെ ഡീസൽ ടാങ്ക് റോഡുമായി നന്നായൊന്ന് ഉരസി. ആ ഉരസലിൽ ചെറിയ ഒരു തീപ്പൊരി സ്പാർക്കുണ്ടായി. ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ടിന്നർ ടാങ്കുകൾ ആ സമയത്ത് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ടിന്നർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഡീസൽ ടാങ്കിലുണ്ടായ തീപ്പൊരി പടർന്ന് നിമിഷങ്ങൾക്കകം ആ ടിന്നറുകൾക്ക് തീപിടിച്ചു. ഒരു സാധാരണ തീപിടുത്തമായിരുന്നില്ല അത്. ടിന്നറിലെ കെമിക്കൽ കാരണം സ്ഫോടനാത്മകമായി തീ ആളിപ്പടർന്നു. തീ പടർന്നതും ആളുകൾ നിലവിളിച്ചു തുടങ്ങി. തീ പടർന്ന തീഗോളം ബസ്സിൻ്റെ വാതിലുകൾക്ക് മുന്നിലായതുകൊണ്ട് ഒരാൾക്കും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. ബസ്സിനുള്ളിൽ പുക നിറഞ്ഞു. ശ്വാസം മുട്ടിയും പൊള്ളലേറ്റും ആളുകൾ നിലവിളിച്ചു. പെട്ടെന്ന് ജനലഴികൾ തകർത്ത് പുറത്ത് കടക്കാൻ ശ്രമിച്ചപ്പോൾ അഴികൾ വലിയ തടസ്സമായി നിന്നു. ബസ്സിൻ്റെ ബോഡി മുഴുവൻ അലൂമിനിയം ഷീറ്റുകളായതുകൊണ്ട് വളരെ വേഗത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചൂട് വ്യാപിച്ചു. ആളുകൾ ആർത്ത് വിളിച്ചു കരഞ്ഞു. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ബസ് ഒരു വലിയ തീഗോളമായി മാറിയിരുന്നു. നാട്ടുകാർ വെള്ളം കോരിയൊഴിച്ചിട്ടും മണ്ണ് വാരിയെറിഞ്ഞിട്ടും ഒരിക്കലും തീ ശമിച്ചില്ല. നിശബ്ദതയിലേക്ക് വഴിമാറിക്കൊണ്ടിരുന്നു. ശേഷിച്ചത് കനലുകൾ മാത്രം. തീ അണഞ്ഞപ്പോൾ ബസ്സിൻ്റെ ഇരിപ്പിടങ്ങളിൽ അവശേഷിച്ചത് കരിഞ്ഞുണങ്ങിയ അസ്ഥികൂടങ്ങൾ മാത്രം. 40-ലധികം മനുഷ്യജീവനുകൾ ആ ഒരൊറ്റ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതെയായി. അന്ന് വൈകുന്നേരം പൂക്കിപ്പറമ്പിൽ റോഡരികിൽ കരിഞ്ഞുപോയ ചെരിപ്പുകളും ബാഗുകളും മാത്രം ബാക്കിയായി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അപകടം വിളിച്ചു വരുത്തിയതിൻ്റെ യഥാർത്ഥ കാരണം വിധിയാണെങ്കിലും അപകടകരമായ വസ്തുക്കളെ ബസ്സിനുള്ളിൽ സൂക്ഷിച്ചതും ബസ്സിൻ്റെ കപ്പാസിറ്റിയിലും അധികം ആളുകളെ ബസ്സിൽ കയറ്റുകയും അമിത വേഗതയിൽ വാഹനമോടിച്ചതും ഗതാഗത മോശവും ഇതൊക്കെ തന്നെയായിരുന്നു ഈ അപകടം വിളിച്ചു വരുത്തിയത്. ഇന്നും പൂക്കിപ്പറമ്പിലൂടെ പോകുമ്പോൾ പഴമക്കാരുടെ ഉള്ളിൽ ആ കത്തുന്ന ബസ്സിൻ്റെ പഴയ ഓർമ്മകൾ ഒരു നടുക്കമായി ഇന്നും അവശേഷിക്കുന്നു.